മക്കളായിട്ടുള്ള സനന്ദനും രാജസേനനും തമ്മിൽ ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. മുൻകാലത്ത് ഇവിടെയെല്ലാം വലിയ രീതിയിൽ എല്ലാവരുമായി സൗഹൃദം സ്ഥാപിച്ചിരുന്ന ഇരുവരും ഒരിടക്കാലത്ത് ശേഷം തീർത്തും ഒറ്റപ്പെട്ട രീതിയിലേക്ക് ചുരുങ്ങുകയായിരുന്നു. വീട്ടിലെ ആചാരക്രിയകളും മറ്റുമായി ചുരുങ്ങുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിൽ തന്നെ ഈ പൂജയ്ക്കും മറ്റും കാര്യങ്ങൾക്കും നേതൃത്വം നൽകിയിരുന്നത് രാജസേനനായിരുന്നു. സനന്ദൻ വീട്ടിൽ താമസമില്ലായിരുന്നു. തൊട്ടടുത്തുള്ള അഗസ്ത്യമുനിയുടെ പ്രതിഷ്ഠ ഉള്ള ഒരു ചെറിയ ക്ഷേത്ര സനന്ദൻ ഇട ദിവസങ്ങളിൽ വന്ന് താമസിക്കാറുണ്ട് എന്നും പറയുന്നു. ഈ സനന്ദൻ വരുന്ന ദിവസങ്ങളിൽ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സനന്ദൻ വീട്ടുകാരുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നതായി നാട്ടുകാർ പറയുന്നുണ്ട്. കൂടാതെ കിടപ്പിലായ ഗോപൻ സ്വാമിയോട് വളരെ മോശമായ രീതിയിൽ കിടക്കയിൽ മുള്ളിയതിനടക്കം മോശമായ രീതിയിൽ പ്രതികരിക്കുന്നതായി വീട്ടുകാർ കേട്ടിട്ടുള്ളതായും അയൽവാസികൾ പറയുന്നു. ഇന്ന് രാവിലെ മക്കളുമായി അതുമായി സംസാരിക്കുമ്പോൾ അവർ ഇപ്പോഴും സമാധി പൊളിക്കുകയില്ല എന്നുള്ളൊരു ധാരണയിൽ തന്നെയാണ്. തങ്ങൾ ചെയ്തത് ശരിയാണ്, തങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ചെയ്തത്, അറിവുള്ളവർ തങ്ങൾക്കൊപ്പം നിൽക്കും എന്നാണ് രാവിലെ സനന്ദനുമായി സംസാരിച്ചപ്പോൾ അവർ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷെ പോലീസ് ഈ സമാധി പീഠം പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് മറ്റു നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ്. ഇപ്പോഴുള്ള കേസ് മാൻ മിസ്സിംഗ് കേസാണ്. ഇത് മറ്റു ദുരൂഹ മരണവും മറ്റു കാര്യങ്ങളും കൂടി ചേർത്തുകൊണ്ട് FIR അടക്കം വിപുലപ്പെടുത്തുന്ന നടപടികളിലേക്ക് കടക്കണം. അതിനാദ്യം മൃതദേഹം കണ്ടെത്തണം. ഇതുവരെ മറ്റാരും, ഈ പറയുന്ന മക്കളല്ലാതെ മറ്റാരും മരണപ്പെട്ട ഗോപൻ സ്വാമിയുടെ മൃതദേഹം കണ്ടെത്തില്ല. സമാധിയായി എന്ന് പറയുന്നതിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് വ്യക്തമാകും വേണ്ടി മൃതദേഹം പുറത്തെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതിന് RDOയുടെ അനുമതി വേണം. RDOയുടെ സാന്നിധ്യത്തിൽ, ജില്ലാ കളക്ടറുടെ അനുമതിയിൽ RDOയുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഈ മൃതദേഹം പുറത്തെടുക്കാൻ കഴിയുകയുള്ളൂ. ഇന്ന് ഞായറാഴ്ചയാണ്. നടപടിക്രമങ്ങൾ നടക്കുന്നതിനുള്ള ചില സാങ്കേതിക തടസ്സങ്ങൾ ഉള്ളതിനാൽ ഇന്ന് മൃതദേഹം പുറത്തെടുക്കുന്നത് ഉണ്ടാവാൻ സാധ്യതയില്ല. നാളെയൊക്കെ ആയിരിക്കും മൃതദേഹം പുറത്തെടുക്കുക. തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ സ്വീകരിക്കേണ്ടി വരും. ഗോപൻ ആചാരി ദീർഘകാലമായി ചികിത്സയിലായിരുന്നു, മരുന്നുകളും മറ്റും കഴിച്ചിരുന്നതായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് മരണകാരണം എന്നുള്ളത് കണ്ടെത്തുന്നത് നിർണായകമാകും.